Hello dear students, welcome to another online class. We are discussing the first chapter of Plus 1 Accountancy. The name of chapter is Introduction to Accounting. Now today we are discussing the factors of accounting. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് 1 അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഘടകങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് നടപ്പിൽ വരുത്തണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തുകയും അവ കണക്കാക്കുകയും രേഖപ്പെടുത്തുകയും ആവശ്യമായ വിവരങ്ങൾ തൽപരരായ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ കൃത്യമായ സ്വഭാവം അറിയുന്നതിനായി അവയുടെ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഏതെല്ലാമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഘടകങ്ങൾ? അക്കൗണ്ടിങ്ങിൻ്റെ ഘടകങ്ങൾ ഇവയാണ്. ഒന്ന്, എക്കണോമിക് ഇവൻറ്റ്സ്. എക്കണോമിക് ഇവൻറ്റ്സ് സാമ്പത്തിക സംഭവങ്ങൾ. രണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. തിരിച്ചറിയൽ, അളക്കൽ, രേഖപ്പെടുത്തൽ, ആശയവിനിമയം ചെയ്യൽ. തിരിച്ചറിയൽ, അളക്കൽ, രേഖപ്പെടുത്തൽ, ആശയവിനിമയം ചെയ്യൽ. മൂന്നാമത്തത് ഓർഗനൈസേഷൻ, സ്ഥാപനം. ലാസ്റ്റ് വന്നത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓർ അക്കൗണ്ടിങ് യൂസേഴ്സ്. അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഉപയോക്താക്കൾ. അക്കൗണ്ടിങ് യൂസേഴ്സ്, അക്കൗണ്ടിങ് ഉപയോക്താക്കൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് വിവരങ്ങളുടെ തൽപരരായ കക്ഷികൾ. ഇതിലോരോന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എക്കണോമിക് ഇവൻറ്റ്സ്. എന്താണ് എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക സംഭവങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ എന്നാൽ എന്താണ്? ബിസിനസ്സിൽ ധാരാളം സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പണത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പദങ്ങളിൽ അളക്കാൻ കഴിയുന്ന വ്യാപാര പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ സാമ്പത്തിക സംഭവങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകൾ നടക്കാറുണ്ട്. ആ ഇടപാടുകളിൽ പണത്തിൻ്റെ രൂപത്തിലോ പണത്തിൻ്റെ പദങ്ങളിലോ അളക്കാൻ കഴിയുന്ന വ്യാപാര പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത്. എക്കണോമിക് ഇവന്റ് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. എക്കണോമിക് ഇവന്റ് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ പദങ്ങളിൽ അളക്കാൻ കഴിയുന്ന ഒരു വ്യാപാര ഇടപാടാണ് സാമ്പത്തിക സംഭവം അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട്. പണത്തിൻ്റെ രൂപത്തിൽ അളക്കാൻ സാധിക്കുന്ന ഒരു വ്യാപാര ഇടപാടാണ് സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ സാമ്പത്തിക സംഭവം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇവന്റ് വിച്ച് ഇൻവോൾവ്സ് ദി എക്സ്ചേഞ്ച് ഓഫ് തിങ്സ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ. മറ്റൊരു ആൻസർ കൂടി സാമ്പത്തിക സംഭവത്തിന് നമുക്ക് പറയാം. എന്താണ് എക്കണോമിക് ഇവന്റ്സ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തേത് പണത്തിൻ്റെ പദങ്ങളിൽ അളക്കാൻ സാധിക്കുന്ന ഒരു വ്യാപാര ഇടപാടാണ് എക്കണോമിക് ഇവന്റ്സ്, അങ്ങനെ പറയാം. അല്ല എങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇവന്റ് വിച്ച് ഇൻവോൾവ്സ് ദി എക്സ്ചേഞ്ച് ഓഫ് തിങ്സ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ്. രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികൾക്കിടയിൽ മൂല്യമുള്ള സാധനങ്ങളുടെ വിനിമയം അല്ലെങ്കിൽ കൈമാറ്റം ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് സാമ്പത്തിക സംഭവം. എന്താണ്? രണ്ടോ അതിൽ കൂടുതൽ ആളുകൾക്കിടയിൽ മൂല്യമുള്ള വിലയുള്ള സാധനങ്ങളുടെ കൈമാറ്റം ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് സാമ്പത്തിക സംഭവം. എക്കണോമിക് ഇവന്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ഒരു വ്യാപാര സ്ഥാപനത്തിൽ നടക്കുന്ന സാമ്പത്തിക സംഭവങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം.
വ്യാപാര സ്ഥാപനത്തിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഇന്റേണൽ ഇവന്റ്, നെക്സ്റ്റ് എക്സ്റ്റേണൽ ഇവന്റ്. ആഭ്യന്തര സംഭവങ്ങളെന്നും ബാഹ്യ സംഭവങ്ങളെന്നും ഇങ്ങനെ രണ്ടായി എക്കണോമിക് ഇവന്റുകളെ തരംതിരിക്കാം. എക്കണോമിക് ഇവന്റുകളെ നമ്മൾക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ആഭ്യന്തര സംഭവങ്ങൾ, രണ്ട് ബാഹ്യ സംഭവങ്ങൾ. An internal event is an economic event that occurs entirely within the organization. An internal event is an economic event that occurs entirely within the organization. പൂർണ്ണമായും ഒരു സ്ഥാപനത്തിനുള്ളിൽ സംഭവിക്കുന്ന സാമ്പത്തിക ഇടപാടാണ് ഇന്റേണൽ ഇവന്റ്സ് അല്ലെങ്കിൽ ആഭ്യന്തര സംഭവം. എന്താണ് ആഭ്യന്തര സംഭവം എന്ന് പറഞ്ഞാൽ? പൂർണ്ണമായും സ്ഥാപനത്തിനകത്ത് സംഭവിക്കുന്ന ഇടപാടാണ് ഇന്റേണൽ ഇവന്റ്സ്. ഏതൊക്കെയായിരിക്കും അങ്ങനെ വരുന്നത്? ധാരാളം ഇടപാടുകളുണ്ട്. ആ സ്ഥാപനത്തിനകത്ത് തന്നെ നടക്കുന്ന ഇടപാടുകളുണ്ട്. ഓക്കെ, പൂർണ്ണമായും സ്ഥാപനത്തിനുള്ളിൽ സംഭവിക്കുന്ന സാമ്പത്തിക ഇടപാടാണ് ഇന്റേണൽ ഇവന്റ്സ് അല്ലെങ്കിൽ ആഭ്യന്തര സംഭവങ്ങൾ. ഉദാഹരണം: supply of raw material or components by the store department to the manufacturing department. സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റോ മെറ്റീരിയൽ വിതരണം ചെയ്യുന്നു. ഓക്കെ, ഇതൊരു എക്കണോമിക് ഇവന്റ് ആണ്. ഇത് പൂർണ്ണമായും സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന ഒരു സാമ്പത്തിക സംഭവമാണ്. സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നു. മറ്റൊന്ന് പെയ്ഡ് വേജസ് ടു എംപ്ലോയീസ്, ജീവനക്കാർക്ക് കൂലി നൽകി. പെയ്ഡ് വേജസ് ടു എംപ്ലോയീസ്. ഇത് രണ്ടും ഒരു സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന ഇടപാടാണ്. പൂർണ്ണമായും സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ഒരു സാമ്പത്തിക സംഭവമാണ് ഇന്റേണൽ ഇവന്റ്സ്. ഇനി എന്താണ് എക്സ്റ്റേണൽ ഇവന്റ്സ്? External event is an event which involves the transactions between an outsider and an organization. It is an event which involves transactions between an outsider and an organization. ഒരു സ്ഥാപനത്തിനും ഒരു ഔട്ട്സൈഡർക്കും ഇടയിലുള്ള ഇടപാടുകൾ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് എക്സ്റ്റേണൽ ഇവന്റ്സ്. ആരൊക്കെ? ഒരു സ്ഥാപനത്തിനും ഔട്ട്സൈഡർക്കുമിടയിലുള്ള ഇടപാടുകൾ ഉൾപ്പെടുന്ന സംഭവമാണ് എക്സ്റ്റേണൽ ഇവന്റ്സ്. അതായത് ഒരു സ്ഥാപനവും പുറമേയുള്ളവരും തമ്മിലുണ്ടാകുന്ന ഇടപാടുകളെയാണ് ബാഹ്യ സംഭവങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഏതെല്ലാം നോക്കുക. സോൾഡ് ടേബിൾസ് ടു ദ കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് ടേബിളുകൾ വിറ്റു. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡറാണ്, സ്ഥാപനത്തിന് പുറത്തുള്ളവരാണ്. റെൻഡറിങ് സർവീസസ് ടു ദി കസ്റ്റമേഴ്സ് ബൈ വീഡിയോകോൺ ലിമിറ്റഡ്, വീഡിയോകോൺ ലിമിറ്റഡ് കസ്റ്റമേഴ്സിന് സേവനങ്ങൾ നൽകുന്നു. വീഡിയോകോൺ ലിമിറ്റഡ് കസ്റ്റമേഴ്സിന് സേവനങ്ങൾ നൽകുന്നു. പർച്ചേസ്ഡ് മെഷീനറി ഫ്രം സപ്ലയേഴ്സ്, സപ്ലയേഴ്സിൽ നിന്നും മെഷീനറി വാങ്ങി. സപ്ലയർ എന്ന് പറയുന്നത്, വിതരണക്കാരൻ എന്ന് പറയുന്നത് സ്ഥാപനത്തിന് പുറത്തുള്ളവരാണ്. ഓക്കെ. പെയ്ഡ് റെന്റ് ടു ലാൻഡ് ലോഡ്, നമ്മൾ നടത്തുന്ന വ്യാപാര സ്ഥാപനം വാടക നൽകി, ഉടമസ്ഥന് വാടക നൽകി. ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിന് പുറത്തുള്ള ആളാണ്. അതുകൊണ്ട് ഇത് ഒരു എക്സ്റ്റേണൽ ഇവന്റ് ആണ്. അടുത്തത് ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയൽ. എന്തെല്ലാം ഇടപാടുകളാണ് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് നിശ്ചയിക്കലാണ് തിരിച്ചറിയൽ പ്രക്രിയ. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകൾ നടക്കാറുണ്ട്. ആ ഇടപാടുകളിൽ ഏതെല്ലാം ഇടപാടുകളാണ് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് നിശ്ചയിക്കലാണ് തിരിച്ചറിയൽ പ്രക്രിയ.
സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, സാമ്പത്തിക സ്വഭാവമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിവയാണ് ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ? Identification is the process of identifying the business transactions of financial nature. It is the process of identifying the business transactions of financial nature. സാമ്പത്തിക സ്വഭാവങ്ങളോട് കൂടിയ വ്യാപാര ഇടപാടുകൾ തിരിച്ചറിയുന്നതിൻ്റെ പ്രക്രിയയാണ് തിരിച്ചറിയൽ. സാമ്പത്തിക സ്വഭാവങ്ങളോട് കൂടിയ വ്യാപാര ഇടപാടുകൾ തിരിച്ചറിയുന്നതിൻ്റെ പ്രക്രിയയാണ് ഐഡൻറ്റിഫിക്കേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ഒബ്സർവിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് സെലക്ടിംഗ് ഇവൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ നാച്ചർ. ഇറ്റ് ഇൻവോൾവ്സ് ഒബ്സർവിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് സെലക്ടിംഗ് ഇവൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ നാച്ചർ. സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കലും അതുപോലെ സാമ്പത്തിക സ്വഭാവമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കലുമാണ് ഐഡൻറ്റിഫിക്കേഷനിൽ ഉൾപ്പെടുന്നത്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, സാമ്പത്തിക സ്വഭാവമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിവയാണ് ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ എന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് ഇതാണ്. സ്ഥാപനത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, ആ പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തിക സ്വഭാവമുള്ളവ മാത്രം സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകൾ ഉണ്ടായിരിക്കും. ആ ഇടപാടുകളെല്ലാം നിരീക്ഷിക്കുക, നിരീക്ഷിച്ചതിന് ശേഷം സാമ്പത്തിക സ്വഭാവമുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇടപാടുകൾ തിരഞ്ഞെടുക്കുക. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഈ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. Purchased 10 tables at the rate of rupees 1000 per table. Sold 5 television at the rate of rupees 10,000 per TV. Appointed an expert in business. ഒരു വ്യാപാര സ്ഥാപനത്തിൽ നടന്ന ഇടപാടുകളാണിത്. ടേബിളിന് 1000 രൂപ നിരക്കിൽ 10 ടേബിളുകൾ വാങ്ങി. 10,000 രൂപ വിലയുള്ള 5 ടെലിവിഷനുകൾ വിറ്റു. അതുപോലെ തന്നെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഒരു എക്സ്പേർട്ടിനെ അപ്പോയിൻ്റ് ചെയ്തു, നിയമിച്ചു. ഇതെല്ലാം ട്രാൻസാക്ഷനാണ്. ഐഡൻറ്റിഫിക്കേഷൻ പ്രക്രിയയിൽ അക്കൗണ്ടൻ്റ് ചെയ്യേണ്ടത് സ്ഥാപനത്തിൽ നടന്ന ഈ ഇടപാടുകൾ നിരീക്ഷിക്കുന്നു. നിരീക്ഷിച്ചതിന് ശേഷം സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് പണത്തിലൂടെ അല്ലെങ്കിൽ പണത്തിൻ്റെ സ്വഭാവമുള്ള ഇടപാടുകൾ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് 10 tables at the rate of rupees 1000 per table, sold 5 television at the rate of rupees 10,000 per television. ഓക്കെ, ഈ 2 ഇനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേസമയം സാമ്പത്തിക സ്വഭാവമില്ലാത്ത ഇടപാടുകൾ നമ്മൾ ഒഴിവാക്കുന്നു. നെക്സ്റ്റ്, മെഷർമെൻറ്റ്. എന്താണ് മെഷർമെൻറ്റ്? വാട്ട് ഈസ് മെഷർമെൻറ്റ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദി ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഫിനാൻഷ്യൽ ടേംസ് ബൈ യൂസിംഗ് മോണിറ്ററി യൂണിറ്റ്സ് ലൈക്ക് റുപ്പീസ്, പൈസ, ഡോളർ, etc. Measurement is the process of converting the business transactions into financial terms by using monetary units like paisa, dollar, rupees, etc. റുപ്പീസ്, പൈസ, ഡോളർ മുതലായവ പോലുള്ള പണത്തിൻ്റെ ഏകകങ്ങൾ അല്ലെങ്കിൽ പണത്തിൻ്റെ യൂണിറ്റുകൾ ഉപയോഗിച്ച് വ്യാപാര ഇടപാടുകളെ സാമ്പത്തിക പദങ്ങളാക്കി മാറ്റുന്നതിൻ്റെ പ്രക്രിയയാണ് മെഷർമെൻറ്റ്. റുപ്പീസ്, പൈസ, ഡോളർ മുതലായവ പോലുള്ള പണത്തിൻ്റെ ഏകകങ്ങൾ അല്ലെങ്കിൽ പണത്തിൻ്റെ യൂണിറ്റുകൾ ഉപയോഗിച്ച് വ്യാപാര ഇടപാടുകളെ സാമ്പത്തിക പദങ്ങളാക്കി മാറ്റുന്നതിൻ്റെ പ്രക്രിയയാണ് മെഷർമെൻറ്റ്. ഈ എക്സാമ്പിൾ നമ്മൾ കണ്ടു. സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകൾ നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷേ
ഇത് പണമാക്കി മാറ്റിയിട്ടില്ല. നമ്മൾ കണ്ടു 1000 രൂപ വിലയുള്ള 10 ടേബിളുകൾ നമ്മൾ വാങ്ങി. അതുപോലെ തന്നെ 10,000 രൂപ വിലയുള്ള 5 ടെലിവിഷനുകൾ വാങ്ങി. ഇത് രണ്ടും സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടാണ്. ഈ സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടിനെ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന പണത്തിൻ്റെ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക പദമാക്കി മാറ്റണം. ഓക്കെ, എങ്ങനെയാണത് മാറ്റുക? എത്ര ടെലിവിഷൻ വാങ്ങി, അല്ലെങ്കിൽ ടെലിവിഷന് വേണ്ടി മൊത്തം ചെലവഴിച്ച തുക എത്ര, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പർച്ചേസ്ഡ് ടെലിവിഷൻ അറ്റ് ദ റേറ്റ് ഓഫ് ₹1,000 പെർ ടേബിൾ. എങ്ങനെ ഇതിനെ പണത്തിൻ്റെ പദമാക്കി മാറ്റും? ടേബിൾ വാങ്ങാൻ വേണ്ടി ചെലവഴിച്ച മൊത്തം തുക എത്ര, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കാണുക? അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ടേബിൾ 10 × 1000 = 10,000. ഈ ട്രാൻസാക്ഷനെ പണത്തിൻ്റെ പദങ്ങളിലേക്ക് നമ്മൾ മാറ്റി. അതുപോലെ തന്നെ സോൾഡ് 5 ടെലിവിഷൻ അറ്റ് ദ റേറ്റ് ഓഫ് ₹10,000 പെർ ടെലിവിഷൻ. 10,000 രൂപ വിലയുള്ള 5 ടെലിവിഷനുകൾ വിറ്റു. അങ്ങനെയാണെങ്കിൽ ടെലിവിഷനുകളുടെ വിൽപ്പന വില എത്ര? ടെലിവിഷനുകളുടെ വിൽപ്പന വില എത്ര? ടെലിവിഷൻ = 5 × 10,000 = 50,000. ഇതിനെയാണ് നമ്മൾ മെഷർമെൻ്റ് എന്ന് പറയുക. ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന പണത്തിൻ്റെ യൂണിറ്റുകൾ ഉപയോഗിച്ച് വ്യാപാര പ്രവർത്തനങ്ങളെ സാമ്പത്തിക പദങ്ങളാക്കി മാറ്റുന്നതിൻ്റെ പ്രക്രിയയാണ് മെഷർമെൻ്റ്. കിലോയ്ക്ക് 39 രൂപ നിരക്കിൽ 5 കിലോ പഞ്ചസാര വാങ്ങി. ഇത് ഒരു സാമ്പത്തിക സംഭവമാണ്. ഇത് നമ്മൾ സാമ്പത്തിക സംഭവമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി അതിനെ സാമ്പത്തിക പദമാക്കി മാറ്റണം. സാമ്പത്തിക പദമാക്കി മാറ്റുന്നത് ഷുഗർ, പഞ്ചസാര 5 × 39, 5 × 39 195. ഓക്കെ, 195. ഷുഗർ 195, പഞ്ചസാര വാങ്ങി 195. ഇതിനെയാണ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. എന്താണ് മെഷർമെൻ്റ്? പണത്തിൻ്റെ ഏകകങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ ഉപയോഗിച്ച് വ്യാപാര ഇടപാടുകളെ സാമ്പത്തിക പദങ്ങളാക്കി മാറ്റുന്നതിൻ്റെ പ്രക്രിയയാണ് മെഷർമെൻറ്റ്. അടുത്തത്, അങ്ങനെ ട്രാൻസാക്ഷനുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം അതിനെ സാമ്പത്തിക പദമാക്കി മാറ്റി. അടുത്ത പ്രക്രിയ റെക്കോർഡിംഗ്, രേഖപ്പെടുത്തൽ. സാമ്പത്തിക ഇടപാടുകൾ തിരിച്ചറിയുകയും ധനപരമായി അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇടപാടുകൾ സംഭവിക്കുന്ന ക്രമമനുസരിച്ച്, അതായത് കാലക്രമമനുസരിച്ച് അവ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം. ഒരു സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ തിരിച്ചറിയുകയും അവയെ ധനപരമായി അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കാലക്രമമനുസരിച്ച് ഇടപാടുകൾ നടക്കുന്ന ക്രമത്തിനനുസരിച്ച് അവ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം. മാനേജ്മെൻറ്റിനും മറ്റു ഉപയോക്താക്കൾക്കും ആവശ്യമായ പ്രസക്തമായ വിവരങ്ങൾ തയ്യാറാക്കി എത്തിക്കാനാണ് അത് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. മാനേജ്മെൻറ്റിനും അതുപോലെ സ്ഥാപനത്തിനകത്തും സ്ഥാപനത്തിന് പുറത്തുമുള്ള ഉപയോക്താക്കൾക്ക് ആവശ്യമായ പ്രസക്തമായ വിവരങ്ങൾ തയ്യാറാക്കി എത്തിക്കാനാണ് ഈ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. എന്താണ് റെക്കോർഡിംഗ്? Recording is the process of recording the business transactions in the books of account. It is the process of recording the business transactions in the books of account. അക്കൗണ്ട് ബുക്കുകളിൽ വ്യാപാര ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രക്രിയയാണ് റെക്കോർഡിംഗ്.
അക്കൗണ്ട് ബുക്കുകളിൽ വ്യാപാര ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രക്രിയയാണ് റെക്കോർഡിംഗ്. ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. റെക്കോർഡിംഗ് ഇൻവോൾവ്സ് the preparation of journal, ledger, trial balance and financial statement. Journal, ledger, trial balance, financial statements എന്നിവയുടെ തയ്യാറാക്കൽ ഇതിൽ ഉൾപ്പെടുന്നു. റെക്കോർഡിംഗിൽ ഏതൊക്കെ ഉൾപ്പെടുക? ജേണൽ എന്ന ബുക്ക് തയ്യാറാക്കൽ, ലെഡ്ജർ എന്ന ബുക്ക് തയ്യാറാക്കൽ, ട്രയൽ ബാലൻസ് എന്ന സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കൽ, അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയും പ്രവർത്തന ഫലവും കണ്ടുപിടിക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ധനകാര്യ പത്രികകൾ തയ്യാറാക്കൽ, ഇവയെല്ലാം തന്നെ റെക്കോർഡിങ്ങിൽ ഉൾപ്പെടുന്നു. ധാരാളം ബുക്കുകൾ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇതെല്ലാം വേറിട്ട ചാപ്റ്ററുകളാണ്. ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നിവയുടെ തയ്യാറാക്കൽ ഇതിൽ ഉൾപ്പെടുന്നു. റെക്കോർഡിംഗ് എന്താണ്? റെക്കോർഡിംഗ് അക്കൗണ്ട് ബുക്കുകളിൽ വ്യാപാര ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രക്രിയയാണ് റെക്കോർഡിംഗ്. ഇതിൽ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ധനകാര്യ പത്രികകൾ എന്നിവയുടെ തയ്യാറാക്കൽ ഉൾപ്പെടുന്നു. അടുത്തത് അങ്ങനെ എല്ലാ ഡോക്യുമെന്റുകളും നമ്മൾ തയ്യാറാക്കി. ഇത് ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് അടുത്തതായി വരുന്ന ഘടകം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയം. എന്താണ് ആശയവിനിമയം? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് ദി അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഓഫ് ബിസിനസ്. It is the process of sending the accounting information to the interested parties of business. ബിസിനസ്സിൻ്റെ തൽപരരായ കക്ഷികൾക്ക് ആവശ്യമായ വിവരങ്ങൾ അയക്കുന്നതിൻ്റെ പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ബിസിനസ്സിൻ്റെ തൽപരരായ കക്ഷികൾക്ക് ആവശ്യമായ അക്കൗണ്ടിംഗ് വിവരങ്ങൾ അയക്കുന്നതിൻ്റെ പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ. ഒരു സ്ഥാപനം തയ്യാറാക്കിയ അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകളിലൂടെയാണ് വിവരങ്ങൾ ബിസിനസ്സിൻ്റെ തൽപരരായ കക്ഷികൾക്ക് നൽകുന്നത്. റിപ്പോർട്ടുകളിൽ നിന്നും സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രകടനം വിലയിരുത്താനും ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും സമയാസമയങ്ങളിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഉപയോക്താക്കളെ സഹായിക്കുന്നു. സാധാരണയായി റിപ്പോർട്ടുകൾ ദിവസേനയോ ആഴ്ചയിലോ മാസത്തിലോ ത്രൈമാസികമായോ തയ്യാറാക്കാം. റിപ്പോർട്ടുകൾ അക്കൗണ്ടിംഗ് യൂസേഴ്സിന് ആവശ്യമായ റിപ്പോർട്ടുകൾ ദിവസേനയോ ആഴ്ചയിലോ മാസത്തിലോ അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോഴോ ഒക്കെ തയ്യാറാക്കാം. ഏതൊക്കെ രൂപത്തിലാണ് ഈ റിപ്പോർട്ടുകൾ നമ്മൾ നൽകുന്നത്? ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് അക്കൗണ്ടിംഗ് റേഷ്യോസ്, ഗ്രാഫ്, ഡയഗ്രാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എക്സെട്ര. റിപ്പോർട്ടുകൾ ഏതൊക്കെ രൂപത്തിലാവാം? അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് മേ ബി ഇൻ ദ ഫോം ഓഫ് അക്കൗണ്ടിംഗ് റേഷ്യോസ്, ഗ്രാഫ്, ഡയഗ്രാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എക്സെട്ര. റിപ്പോർട്ടുകൾ അക്കൗണ്ടിംഗ് റേഷ്യോസ്, ഗ്രാഫ്, ഡയഗ്രാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മുതലായവയുടെ രൂപങ്ങളിലാവാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ തൽപരരായ കക്ഷികൾക്ക് അക്കൗണ്ടിംഗ് വിവരങ്ങൾ അയക്കുന്നതിൻ്റെ പ്രക്രിയയാണ് ആശയവിനിമയം. അക്കൗണ്ടിംഗ് അനുപാതങ്ങൾ, ഗ്രാഫ്, ഡയഗ്രാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മുതലായവയുടെ രൂപത്തിലാകാം ഇത്. അപ്പോൾ സെക്കൻഡ് ഫാക്ടർ നമ്മൾ കണ്ടു, ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ഓർഗനൈസേഷൻ, സ്ഥാപനം. എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഓർഗനൈസേഷൻ
ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ് ഇടപാടുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ് ഇടപാടുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ബിസിനസ് എന്റർപ്രൈസ് വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്സ് ഓർ പ്രൊവൈഡിംഗ് സർവീസസ്. ഇറ്റ് റെഫേഴ്സ് ടു ബിസിനസ് എന്റർപ്രൈസ് which is established for the purpose of earning profit or providing services. ലാഭം നേടൽ അല്ലെങ്കിൽ സേവനം നൽകൽ എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കുന്ന വ്യാപാര സ്ഥാപനമാണ് ഓർഗനൈസേഷൻ. ലാഭം നേടൽ അല്ലെങ്കിൽ സേവനം നൽകൽ എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കുന്ന വ്യാപാര സ്ഥാപനമാണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ മേ ബി സോൾ ട്രേഡിംഗ് കൺസേൺ, പാർട്ണർഷിപ്പ്, companies, cooperative institution, local authority, municipal corporation or any other association of person. ഈ ഓർഗനൈസേഷൻ ഒന്നുകിൽ സോൾ ട്രേഡിംഗ് കൺസേൺ ആവാം. എന്താ സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ? ഏകാംഗ വ്യാപാരം. ഒരു വ്യക്തി മാത്രം നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനത്തെയാണ് നമ്മൾ സോൾ ട്രേഡിംഗ് കൺസേൺ, ഏകാംഗ വ്യാപാരം എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ്, പങ്കാളിത്ത സ്ഥാപനം, പാർട്ണർഷിപ്പ്. കമ്പനീസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, കമ്പനികൾ, റിലയൻസ്, ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ. കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ. ലോക്കൽ അതോറിറ്റി, തദ്ദേശ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ. മുനിസിപ്പൽ കോർപ്പറേഷൻ ഓർ എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, വ്യക്തികളുടെ കൂട്ടായ്മകൾ. അതുപോലെ തന്നെ ഇതിലൊക്കെ ഈ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഓർഗനൈസേഷനിൽ വരാവുന്നത് ക്ലബ്ബുകൾ, ലൈബ്രറികൾ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടാവുന്നതാണ്. അപ്പോൾ അക്കൗണ്ടിംഗ് നടപ്പിൽ വരുത്തണമെങ്കിൽ ഓർഗനൈസേഷൻ എന്നൊരു ഘടകം നിർബന്ധമാണ്. ലാഭം നേടുക അല്ലെങ്കിൽ സേവനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കുന്ന വ്യാപാര സ്ഥാപനമാണ് ഓർഗനൈസേഷൻ. ഇത് ഏകാംഗ വ്യാപാരമാവാം, പങ്കാളിത്ത സ്ഥാപനമാവാം, കമ്പനിയാവാം, സഹകരണ സ്ഥാപനമാവാം, ലോക്കൽ അതോറിറ്റി, തദ്ദേശ സ്ഥാപനമാവാം, മുനിസിപ്പൽ കോർപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ വ്യക്തികളുടെ കൂട്ടായ്മകൾ ആവാം. ഓക്കെ. നെക്സ്റ്റ്, അവസാനത്തെ ഘടകം അക്കൗണ്ടിംഗ് യൂസേഴ്സ്, അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾ. ആരാണ് ഈ അക്കൗണ്ടിംഗ് യൂസേഴ്സ്? അക്കൗണ്ടിംഗ് യൂസേഴ്സ് എന്നാൽ എന്താണ്, അല്ലെങ്കിൽ ആരാണ്? അക്കൗണ്ടിംഗ് യൂസേഴ്സ് ആർ ദ പേഴ്സൺ ഹു ആർ കണക്റ്റഡ് വിത്ത് ദ ബിസിനസ്. ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് അക്കൗണ്ടിംഗ് യൂസേഴ്സ്. ഒരു വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമ്മൾക്ക് അക്കൗണ്ടിംഗ് യൂസേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾ എന്ന് പറയാം. വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾ. ഇവയെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാം. ഒരു വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമ്മൾക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. അക്കൗണ്ടിംഗ് യൂസേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. First one, internal users, internal user. Next, external users. ഇങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ആളുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇന്റേണൽ യൂസേഴ്സ്, രണ്ട് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഒന്ന് ആന്തരിക ഉപയോക്താക്കൾ, രണ്ട് ബാഹ്യ ഉപയോക്താക്കൾ. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആന്തരിക ഉപയോക്താക്കൾ, രണ്ട് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബാഹ്യ ഉപയോക്താക്കൾ. ആരാണ് ഇന്റേണൽ യൂസേഴ്സ്? ആരാണ് ആന്തരിക ഉപയോക്താക്കൾ? ഇന്റേണൽ യൂസേഴ്സ് ആർ ദോസ് വർക്കിംഗ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഇന്റേണൽ യൂസേഴ്സ് ആർ ദോസ് വർക്കിംഗ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിനകത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇന്റേണൽ യൂസേഴ്സ്. സ്ഥാപനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്റേണൽ യൂസേഴ്സ്. എക്സാമ്പിൾ, ആരെല്ലാമാണ് ഈ ആന്തരിക ഉപയോക്താക്കൾ? സ്ഥാപനത്തിന് അകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഇന്റേണൽ യൂസേഴ്സാണ്.
ആരെല്ലാമാണ് ഇന്റേണൽ യൂസേഴ്സ്? ഒന്ന്, ഫിനാൻസ് ഓഫീസർ, പ്രൊഡക്റ്റ് ലൈൻ മാനേജർ, വൈസ് പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ്, ബിസിനസ് യൂണിറ്റ് മാനേജർ, പ്ലാന്റ് മാനേജർ, ലൈൻ സൂപ്പർവൈസേഴ്സ് എക്സെട്ര. ഇവരെല്ലാം തന്നെ ഒരു വ്യാപാര സ്ഥാപനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവർക്കെല്ലാം തന്നെ സാമ്പത്തിക വിവരങ്ങൾ ആവശ്യമാണ്, അക്കൗണ്ടിങ് വിവരങ്ങൾ ആവശ്യമാണ്. ഈ സ്ഥാപനത്തിന് അകത്ത് പ്രവർത്തിക്കുന്ന ഈ ആളുകളെയാണ് നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ യൂസേഴ്സ്. നെക്സ്റ്റ്, എക്സ്റ്റേണൽ യൂസേഴ്സ്. ആരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്? എക്സ്റ്റേണൽ യൂസേഴ്സ് ആർ ദോസ് ഔട്ട്സൈഡ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. വ്യാപാര സ്ഥാപനത്തിന് പുറത്തുള്ള ആളുകളാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. വ്യാപാര സ്ഥാപനത്തിന് പുറത്തുള്ളവരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. വ്യാപാര സ്ഥാപനത്തിന് പുറത്തുള്ളവരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ആരെല്ലാമായിരിക്കും അത്? എക്സാമ്പിൾ, ആരെല്ലാമാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്? സ്ഥാപനത്തിന് പുറത്തുള്ളവരാരൊക്കെയാണ്? നമ്മുടെ വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന സ്ഥാപനത്തിന് പുറത്തുള്ളവർ ആരെല്ലാം? ഷെയർ ഹോൾഡേഴ്സ്, ഓഹരി ഉടമകൾ. ക്രെഡിറ്റേഴ്സ്, കടക്കാർ, നമ്മൾക്ക് സാധനങ്ങളോ അല്ലെങ്കിൽ പണമോ കടമായി നൽകുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. ഇതൊക്കെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യും. ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകർ, നമ്മുടെ സ്ഥാപനത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ. കസ്റ്റമേഴ്സ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കസ്റ്റമേഴ്സ്. ലേബർ യൂണിയൻ, തൊഴിലാളി സംഘടനകൾ. ട്രേഡ് യൂണിയൻസ്, വ്യാപാര സംഘടനകൾ, ട്രേഡ് യൂണിയൻസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓഹരി വിപണി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റിസർച്ചേഴ്സ്, ഗവേഷകർ, ഇവരെല്ലാം തന്നെ സ്ഥാപനത്തിന് പുറത്തുള്ളവരാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിന് പുറത്തുള്ള ആളുകൾക്ക് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്, ബാഹ്യ ഉപയോക്താക്കൾ. ഈ ക്ലാസ് 1-2 പ്രാവശ്യം നിങ്ങൾ കാണണം. അതിനുശേഷം നോട്ട്സ് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, താങ്ക് യു.